എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മന്ദാരച്ചെപ്പുണ്ടോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങളും ഒരേ ട്യൂൺ തന്നെയാണ്. വരികൾ മാത്രമേ ചേഞ്ചുള്ളൂ. അതുകൊണ്ട് അനുപല്ലവിയുടെ സ്വരങ്ങൾ തന്നെ വായിച്ചാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ അത് ചരണവുമായി. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അനുപല്ലവിയിലേക്ക് കടക്കാം. തഴുകുന്ന കാറ്റിൽ താരാട്ടു പാട്ടിൻ വാത്സല്യം വാത്സല്യം തഴുകുന്ന പാട്ടിൽ തഴുകുന്ന കാറ്റിൽ രീകരി സാ താരാട്ടു പാട്ടിൻ രീകരി സാനി. അപ്പൊ തഴുകുന്ന കാറ്റിൽ രീകരി സാ താരാട്ടു പാട്ടിൻ രീകരി സാനി. ഫ്ലൂട്ടിൽ വരുമ്പോ രീഗരി നല്ല തഴുകുന്ന കിട്ടാൻ രീഗരി രീഗരി സാനി. വാത്സല്യം നിസസാരി സനിതപ നിസസാരി സനിതപ. രണ്ടു പ്രാവശ്യം വാത്സല്യം നിസസാരി സനിതപ നിസസാരി സനിതപ. അപ്പൊ വാത്സല്യം വാത്സല്യം. അപ്പൊ മുഴുവനായിട്ട് വായിക്കുമ്പോൾ ആദ്യം എങ്ങനെ വരും, രണ്ടാമത് വരുമ്പോൾ തഴുകുന്ന കാറ്റിൽ കാറ്റിൽ താരാട്ടു താരാട്ടു പാട്ടിൽ രിമഗരി സാനി എന്ന് വരും. താരാട്ടു രിമഗരി സാനി. ആദ്യം രീഗരി സാനി എന്ന് വരിക. സെക്കൻഡ് ടൈം വരുമ്പോൾ രിമഗരി രിമഗരി സാനി എന്ന് വരും. താരാട്ടു പാട്ടിൻ വാത്സല്യം സേനന് നിസസാരി സനിതപ നിസസാരി സനിതപ. അപ്പൊ രിഗരി രിമഗരി സാനി നിസസാരി സനിതപ നിസസാരി സനിതപ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നിട്ട് വായിക്കാം. അപ്പോ അത് ഒന്നും കൂടി രണ്ടും മാതിരി വായിക്കാം. രണ്ട് തവണ രണ്ട് ചെറിയ സൈഡ് ഡിഫറൻസിലൂടെ വരും. അത് രണ്ടും ചേർത്ത് വായിക്കാം. അത് കഴിഞ്ഞിട്ട് 1 2 രണ്ട് ബീറ്റ് കേട്ട വരിക. 1 2 തളിരിട്ട താഴ്വരകൾ താലമേന്തവേ തളിരിട്ട 1 2 പനി ധനി പദാനിത പമമ
താഴ്വരകൾ മണ്ടു പനിതനി പദാനിത പമമ മണ്ടു തളിരിട്ട താഴ്വരകൾ മണ്ടു മണ്ടു താളമേന്തവേ മപദ പദനിത പാദപാരി ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരും. താളമേന്തവേ മപദ പദനിത പാദപാരി. അപ്പൊ ഒന്നൊരു വായിക്കാം. അപ്പം തളിരിട്ട താഴ്വരകൾ താളമേന്തവേ. അടുത്തത് തണുവണി കൈകളുള്ളം ആർദ്രമാക്കവേ. അവിടെ തണുവണി കൈകളുള്ളം ധനി സരി സനിധ പമാമ ധനി സരി സനിധ പമാമ ധനി സരി സനിധ പമാമ അങ്ങനെ വരും. അവിടെ മാത്രം ചേഞ്ച് വരും. തനുവണി കൈകളുള്ളം മണ്ടു പനി ധനി ധനി സരി സനിധ പമാമ പനി ധനി ധനി സരി സനിധ പമാമ മണ്ടു മണ്ടു പിന്നെ മപദ പദനിധ പാ. ആർദ്രമാക്കവേ മപദ പദനിധ പാ. ആർദ്രമാക്കവേ മപദ പദനിധ പാ. മണ്ടു തണുവണി കൈകളുള്ള ആർദ്രമാക്കവേ. മണ്ടു തളിരിട്ട താഴ്വരകൾ താളമേന്തവേ തണുവണി കൈകളുള്ള ആർദ്രമാക്കവേ. ഈ രണ്ട് ലൈന് ഞാൻ ചേർത്ത് വായിക്കാം. മണ്ടു ഇനി മണ്ടു കിരണമകതിരണിയേ. അയ്യോ മണ്ടു മുകുളങ്ങളിതനി ഇതളണിയേ. മണ്ടു പദ പമ പദ അവിടെ ചെറിയതാ വരും. ആക്സിഡന്റ് പദ ഹാഫിനോട് വരും. 1 2 പദ പമ ഗരി രി 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 ഗമ പരി. മണ്ടു മുകുളങ്ങൾ ഇതളണിയേ. പദ പമ ഗരി രി 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 ഗമ പരി.
ഒന്നൊരു വായിക്കാം. പിന്നെ കിരണമകതിരണിയേ 1 2 1 2 കിരണമകതിരണിയേ. അവിടെ ചെറിയൊരു കതിരണിയേ രീ 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 രി പ ഗരി രീ രീ രി പ 1 2 പദ പ മ ഗരി രീ രീ രി പ. ഒന്നുകൂടി പറയാം. 1 2 പദ പ മ ഗരി രീ രീ രി പ. താഴെ പഞ്ചമത്തിലേക്ക് വരും. 1 2 കിരണമകതിരണിയേ. അപ്പോ ഒന്നുകൂടി 1 2 അപ്പൊ മുകുളങ്ങൾ ഇതിലണിയെ കിരണമ കതിരണിയെ ചേർത്ത് വായിക്കാം. 1 2 ഒന്നുകൂടി വായിക്കാം. അടുത്തത് ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. രിഗമാപമ ഗരിരീരി ഉള്ളിൽ ആമോദ രിഗമാപമ ഗരിരീരി തിരകൾ ഉയരുമ്പോൾ രിഗമാപമഗരിരീരി. ആദ്യം രിഗമാപമഗരിരീരി ഉള്ളിൽ ആമോദ. അടുത്തത് തിരകൾ ഉയരുമ്പോൾ രിഗമാപമ രിഗ. അവിടെ ചെറിയൊരു സസ്റ്റം വരും. രിഗമാപമഗരിരീരി ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ. ഒന്നുകൂടി വായിക്കാം. മൗനം പാടുന്നു ഗരി സാ 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 സാ. മൗനം പാടുന്നു ഗരി സാ 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 സാ. ഒന്നുകൂടി. അപ്പൊ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അത്രയും ചേർത്ത് വായിക്കാം. രിഗമാ ഗരിരീരി രിഗമാപമഗരിരീരി ഗരി സാ 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 സാ. ഒരു തവണ വായിക്കാം. ഇതാണ് അനുപല്ലവി. ഇത് ഞാൻ മുഴുവനായിട്ടും വായിക്കാം. ഒറ്റയടിക്ക് തഴുകുന്ന കാറ്റിൽ തൊട്ട് മൗനം പാടുന്നു അവിടത്തോളം ഒരുമിച്ച് വായിക്കാം.
ഇതാണ് അനുപല്ലവിയുടെ മുഴുവൻ ഭാഗങ്ങളും. ഇത് കഴിഞ്ഞാൽ മന്ദാരച്ചപ്പുണ്ടോ മുഴുവനായിട്ട് നമ്മൾ ഫസ്റ്റ് പല്ലവി വായിച്ച പോലെ അതേപോലെ തന്നെ വരും. അത് ഞാൻ ഒരു തവണ വായിക്കാം. ഇതാണ് അനുപല്ലവിയും അതിനുള്ള ചേർന്നുള്ള പല്ലവിയും. ഇതും നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരണവും ഇതുപോലെ തന്നെ ഇതേ സ്വരങ്ങൾ തന്നെ നമ്മൾ വായിച്ചാൽ ചരണവുമായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി പാടുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഒന്നുകൂടി വരും. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു, മൗനം പാടുന്നു. അത്രയും കൂടി വരും ലാസ്റ്റ് പല്ലവിയിൽ. മൗനം പാടുന്നു 3 തവണ വരും. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ എന്നുള്ളത് 2 തവണ വരും. അതുകൊണ്ട് മൗനം പാടുന്നു 3 തവണ വരും. അതും ഞാൻ വായിക്കാം. ഇപ്പോൾ ഈ പാട്ട് പരിപൂർണമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.